എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഹാർമോണി ഓഫ് മാർവലസ് എന്നുള്ള ഒന്നാമത്തെ യൂണിറ്റിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇത് പാർട്ട് 1 ക്ലാസ് ആണ്. ഹാർമോണി ഓഫ് മാർവലസ് എന്ന യൂണിറ്റിലെ ഒന്നാമത്തെ പാഠഭാഗത്തിൻ്റെ പാർട്ട് 1 ക്ലാസ് ആണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് ഹാർമോണി ഓഫ് മാർവലസ്. ഹാർമോണി ഓഫ് മാർവലസ്. അങ്ങനെ പറഞ്ഞാൽ അത്ഭുതങ്ങളുടെ സൗന്ദര്യം. അത്ഭുതങ്ങളുടെ സൗന്ദര്യം. ഹാർമോണി എന്ന് പറഞ്ഞാൽ സൗന്ദര്യം. മാർവലസ് എന്ന് പറഞ്ഞാൽ അത്ഭുതം. മാർവലസ് എന്ന് പറഞ്ഞാൽ അത്ഭുതം. നമുക്കിവിടെ ഈ ചിത്രത്തിന് തൊട്ട് താഴെയായിട്ട് ഒരു സെൻറ്റൻസ് കാണാം അല്ലേ? അപ്പോൾ നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. വാണ്ടർ ഇസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. വാണ്ടർ ഇസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. വാണ്ടർ എന്ന് പറഞ്ഞാൽ അത്ഭുതം. ബിഗിനിങ് എന്ന് പറഞ്ഞാൽ തുടക്കം. വിസ്ഡം എന്ന് പറഞ്ഞാൽ ജ്ഞാനം. വിസ്ഡം എന്ന് പറഞ്ഞാൽ ജ്ഞാനം. അപ്പോൾ വാണ്ടർ ഇസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. അത്ഭുതമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ഇത് പറഞ്ഞിട്ടുള്ളത് സോക്രേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ ഒരു വചനം സോക്രേറ്റ്സ് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഒന്നാമത്തെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കിവിടെ ഒരു ചിത്രം കാണാം അല്ലേ? ഈ ചിത്രത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള റോബോട്ട്സ് ഉണ്ടല്ലേ? റോബോട്ട്സ് പലതരം പണികൾ ചെയ്യുന്നുണ്ട്. ചിലർ ക്ലീനിങ് ചെയ്യുന്നുണ്ട്, ചിലർ വെള്ളം നനയ്ക്കുക, ചെടികൾക്ക് വെള്ളം നനയ്ക്കുക എന്നുള്ള ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്കിതൊന്ന് വായിച്ചു നോക്കിയാലോ? ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോബോട്ട്. വ്യത്യസ്ത തരത്തിലുള്ള റോബോട്ടിൻ്റെ ചിത്രം നൽകിയത് നോക്കൂ. പിന്നെ എന്താ ചുവടെ നൽകിയിട്ടുള്ള ചോദ്യം? What are some common tasks that robots can perform? റോബോട്ട്സ് സാധാരണ ചെയ്യാറുള്ള പണികൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, റോബോട്ട് വാട്ടറിങ് ദ പ്ലാന്റ്സ്, അതായത് ചെടികൾക്ക് വെള്ളം നനയ്ക്കും. അതുപോലെ ക്ലീനിങ്, അവർ വൃത്തിയാക്കും. പിന്നെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ അവർ പാചകം ചെയ്യും. ഇതൊക്കെ നമ്മുടെ റോബോട്ട്സ് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? Have you ever seen or heard of a robot that helps with the household chores? നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന റോബോട്ടിനെ കുറിച്ചിട്ട്? വീട്ടാവശ്യങ്ങൾക്ക് നമ്മളെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റോബോട്ടിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ചിലരൊക്കെ ഇങ്ങനത്തെ റോബോട്ട്സിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടാവാം അല്ലേ? പക്ഷെ ചിലർ ഇത്തരം റോബോട്ട്സിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടാവാനുള്ള സാധ്യത ഇല്ല അല്ലേ? അപ്പോൾ കേട്ടില്ലാത്തവർ ശ്രദ്ധിക്കുക, ഇത്തരം റോബോട്ട്സൊക്കെ ഉണ്ട്. ഇനി നമ്മുടെ മൂന്നാമത്തെ ചോദ്യം എന്താണ്? ഇഫ് യു ഗെറ്റ് ദി സർവീസസ് ഓഫ് എ റോബോട്ട് അറ്റ് ഹോം, വാട്ട് വിൽ യു മേക്ക് ഇറ്റ് ഡു? അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സേവനത്തിന് വേണ്ടിയിട്ട് ഒരു റോബോട്ടിനെ കിട്ടി. എന്നാൽ നിങ്ങൾ ആ റോബോട്ടിനോട് എന്തൊക്കെയാണ് ചെയ്യിപ്പിക്കുക? ഇത് ഈ ഒരു ഉത്തരം എഴുതേണ്ടത് നിങ്ങളുടെ ചോയ്സാണ്. എന്നാലും ഞാൻ ഉത്തരം നൽകുന്നുണ്ട്. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കതിനെ കൊണ്ട് വൃത്തിയാക്കിപ്പിക്കാം അല്ലേ? പിന്നെ വാഷിംഗ്, അലക്കുക, ഡ്രൈയിങ്, ഉണക്കുക, ഫോൾഡിങ്, മടക്കുക, പിന്നെ എന്താണ്? വാട്ടറിങ് പ്ലാന്റ്സ്, ചെടികൾക്ക് വെള്ളം നനയ്ക്കുക, എന്നിവയൊക്കെ നമുക്ക് ഈ റോബോട്ട്സിനോട് ചെയ്യിപ്പിക്കാം. പിന്നെ അടുത്ത ഒരു പ്രവർത്തനമാണ് ലിസ്റ്റ് സം ഓഫ് ദ ഗാഡ്ജറ്റ്സ് ആൻഡ് ഡിവൈസസ് യൂസ്ഡ് അറ്റ് ഹോം. നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾ, അതുപോലെ ഗാഡ്ജറ്റ് എന്നിവയുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡിവൈസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപയോഗത്തിനായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് എന്ത്? ഡിവൈസസ്. എന്നാൽ ഈ ഗാഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഗാഡ്ജറ്റ് നമ്മളൊരു പ്രത്യേക തരം കാര്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. അപ്പം അത്തരം ഒരു ഉപകരണമാണ് എന്ത്? ഗാഡ്ജറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കാം. എന്ത്? കാർ ഒരു ഉപകരണമാണ്. എന്താണ്? ഒരു ഉപകരണമാണ്. കമ്പ്യൂട്ടർ ഒരു ഉപകരണമാണ്. ഡ്രോൺ ഒരു ഉപകരണം തന്നെയാണ്, പക്ഷെ അതൊരു ഗാഡ്ജറ്റ് കൂടിയാണ്. കാരണം എന്താ? ഡ്രോൺ നമ്മളൊരു പ്രത്യേക തരം കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ചിത്രങ്ങളെ ക്യാപ്ചർ ചെയ്യാൻ, അതായത് ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രോൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡ്രോൺ നമ്മൾ അത്തരം ഒരു സ്പെസിഫിക് ആയിട്ടുള്ളത്, അതായത് ഒരു പ്രത്യേക തരം കാര്യത്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രോൺ ഒരു ഗാഡ്ജറ്റാണ്. പിന്നെ എന്താണ്? സ്മാർട്ട് വാച്ച് ഒരു ഉപകരണമാണ്, അതായത് ഒരു ഡിവൈസാണ്. പക്ഷെ അതൊരു ഗാഡ്ജറ്റ് കൂടിയാണ്. കാരണം എന്താ? അത് നമ്മൾ വാച്ചായിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ അതിനൊരു പ്രത്യേക തരം ഉപയോഗമുണ്ട്.
അതുകൊണ്ടാണ് അതൊരു ഗാഡ്ജറ്റ് ആയത്. മനസ്സിലായില്ലേ? റീഡ് ദ സ്റ്റോറി ഓഫ് എ ബോയ് ആൻഡ് എ റോബോട്ട്. ഒരു റോബോട്ടും അതുപോലെ ഒരു ബോയുമുള്ള കഥ വായിക്കാം. സ്റ്റോറി എന്ന് പറഞ്ഞാൽ കഥ. എ റോബോട്ട് വിത്ത് എ വൈറസ്. എ റോബോട്ട് വിത്ത് എ വൈറസ്. എ റോബോട്ട്, ഒരു റോബോട്ട് വിത്ത് എ വൈറസ്. വൈറസ് ഉള്ള, അപ്പോൾ വൈറസ് ഉള്ള ഒരു റോബോട്ട്. അപ്പോൾ ഈ ഒരു കഥ എഴുതിയിട്ടുള്ളത് പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ഇനി നമുക്ക് കഥ വായിക്കാം. ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്. ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്. ഇറ്റ് വാസ് എ, ഇതായിരുന്നു, സണ്ണി മോർണിംഗ്, തെളിഞ്ഞ പ്രഭാതമുള്ള ദിവസം. അപ്പോൾ ഇതൊരു തെളിഞ്ഞ പ്രഭാതമുള്ള ദിവസമായിരുന്നു. ദ വൈബ്രൻറ്റ്, തിളക്കമുള്ള, ഗോൾഡൻ സൺലൈറ്റ്, സ്വർണ്ണ നിറത്തിലുള്ള സൂര്യപ്രകാശം, ഡാൻസ്ഡ് അക്രോസ് ദ സ്ട്രീറ്റ്. സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ തെരുവ്. തെരുവുകളിൽ തുള്ളിക്കളിച്ചു. ദ വൈബ്രൻറ്റ് ഗോൾഡൻ സൺലൈറ്റ് ഡാൻസ്ഡ് അക്രോസ് ദ സ്ട്രീറ്റ്. തിളക്കമുള്ള സ്വർണ്ണ സൂര്യപ്രകാശ രശ്മികൾ തെരുവുകളിൽ തുള്ളിക്കളിച്ചു. ഇറ്റ് കാസ്റ്റ്, ഇത് വിതറി, വാം ഹ്യൂസ്, ഊഷ്മളമായ നിറങ്ങൾ, അപ്പോൺ ദ ഹൗസ് ടോപ്പ്, വീടിന് മുകളിലായിട്ട്. അപ്പോൾ ഇത് വീടിന് മുകളിലായിട്ട് ഊഷ്മളമായ നിറങ്ങൾ വിതറി. The air was crisp and refreshing. The air, അന്തരീക്ഷം, was crisp and refreshing. Crisp എന്ന് പറഞ്ഞാൽ തെളിഞ്ഞത്, refreshing ഉന്മേഷമുള്ളത്. അപ്പോൾ അന്തരീക്ഷം ഉന്മേഷമുള്ളതും തെളിഞ്ഞതുമായിരുന്നു. The sunbeams എന്ന് പറഞ്ഞാൽ സൂര്യരശ്മി, peeped into Ricky's room. റിക്കിയുടെ റൂമിലേക്ക് എത്തി നോക്കി. ത്രൂ ദ സ്കൈലൈറ്റിലൂടെ എത്തി നോക്കി. ഹി വാസ് സ്റ്റിൽ ഇൻ ബെഡ്. അവൻ അപ്പോഴും ബെഡിലായിരുന്നു. ഹി വാസ് എ യങ് ബോയ്. അവനൊരു ചെറുപ്പക്കാരനായിരുന്നു. ഓഫ് 11, 11 വയസ്സുള്ള. അപ്പോൾ ഹി വാസ് എ യങ് ബോയ് ഓഫ് 11, 11 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു അവൻ. റിക്കി ലിവ്ഡ് ഇൻ എ ലവ്ലി futuristic house which had everything you can ever want. റിക്കി ജീവിച്ചു ഇൻ എ ലവ്ലി, വളരെ പ്രിയപ്പെട്ടതും സ്നേഹം നിറഞ്ഞതുമായിട്ടുള്ള, ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ് എന്ന് പറഞ്ഞാൽ വളരെ മോഡിഫൈ ആയിട്ടുള്ള, അതായത് മോഡേൺ ആയിട്ടുള്ള ഹൗസ്. വിച്ച് ഹാഡ് എവറിഥിങ് യു ക്യാൻ എവർ വാണ്ട്. വിച്ച് ഹാഡ് എവറിഥിങ്, അതിൽ എല്ലാം ഉണ്ടായിരുന്നു. യു ക്യാൻ എവർ വാണ്ട്, നിങ്ങൾക്ക് എപ്പോഴും വേണ്ടതെല്ലാം. അപ്പോൾ അവൻ്റെ വീട് വളരെ സ്നേഹം നിറഞ്ഞതും അതുപോലെ മോഡേൺ ആയിട്ടുമുള്ള ഒരു വീടായിരുന്നു. അവൻ്റെ വീട്ടിൽ എല്ലാം ഉണ്ടായിരുന്നു. ബട്ട് ഹി വാസ് സ്ലോവൻലി ഇൻ ഹിസ് ഹാബിറ്റ്സ്. പക്ഷെ അവനായിരുന്നു സ്ലോവൻലി, അലസൻ, ഇൻ ഹിസ് ഹാബിറ്റ്സ്, അവൻ്റെ ശീലങ്ങളിൽ. അപ്പോൾ സ്ലോവൻലി എന്ന് പറഞ്ഞാൽ അലസൻ, ഹാബിറ്റ്സ് ശീലങ്ങൾ. അപ്പോൾ അവൻ്റെ ശീലങ്ങളിൽ അലസനായിരുന്നു. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസ്. അവൻ വലിച്ചെറിഞ്ഞു. ഹിസ് ബിലോങ്ങിങ്സ്, അവൻ്റെ വസ്തുക്കൾ, ഓൾ ഓവർ ദ പ്ലേസ്, എല്ലാ സ്ഥലങ്ങളിലും, ഓൾ ഓവർ, എല്ലായിടത്തും. അങ്ങനെ എന്താ അവൻ ചെയ്തത്? അവൻ അവൻ്റെ സാധനങ്ങളെല്ലാം എല്ലായിടത്തും വലിച്ചെറിഞ്ഞു. ഹിസ് മദർ ഹാഡ് ടു കളക്ട് ഹിസ് ബിലോങ്ങിങ്സ് ഫ്രം ഓൾ കോർണേഴ്സ് ഓഫ് ദ ഹൗസ്. ഹിസ് മദർ, അവൻ്റെ ഉമ്മ, ഹാഡ് ടു കളക്ട്, അവൻ്റെ ഉമ്മയ്ക്ക് ശേഖരിക്കേണ്ടി വന്നു. ഹിസ് ബിലോങ്ങിങ്സ്, അവൻ്റെ വസ്തുക്കൾ, ഫ്രം ഓൾ കോർണേഴ്സ് ഓഫ് ദ ഹൗസ്, വീടിൻ്റെ എല്ലാ മൂലകളിൽ നിന്നും. അപ്പോൾ അവൻ്റെ അമ്മയ്ക്ക് വീടിൻ്റെ എല്ലാ മൂലകളിൽ നിന്നും അവൻ്റെ സാധനങ്ങൾ ശേഖരിക്കേണ്ടി വന്നു. ഹിസ് മദർ ഹു വാസ് ദ മാനേജർ ഓഫ് ദ ബാങ്ക്. അവൻ്റെ ഉമ്മ ബാങ്കിൻ്റെ മാനേജറായിരുന്നു. ഹിസ് മദർ, അവൻ്റെ ഉമ്മ, ഹു വാസ് ദ മാനേജർ ഓഫ് ദ ബാങ്ക്, ബാങ്കിൻ്റെ മാനേജറായിരുന്നു. ലെഫ്റ്റ് ഇൻ ദ മോർണിംഗ് ഫോർ വർക്ക്. എന്നിട്ട് എന്താവുക? അവൻ്റെ ഉമ്മ പോകുമായിരുന്നു, രാവിലെ തന്നെ പോകുമായിരുന്നു. ലെഫ്റ്റ് ഇൻ ദ മോർണിംഗ്, രാവിലെ തന്നെ പോകുമായിരുന്നു. ഫോർ വർക്ക്, പണിക്ക് വേണ്ടിയിട്ട്. ഷീ ഓൾവേസ് ഹാഡ് വർക്ക് ഫോർ റിക്കി. അവൾക്ക് എപ്പോഴും റിക്കിയുടെ വർക്ക് ഉണ്ടായിരുന്നു. അവൾക്ക് എപ്പോഴും റിക്കിയുടെ ജോലികൾ ഉണ്ടായിരുന്നു. ഷീ ഓൾവേസ്, അവൾക്ക് എപ്പോഴും ഹാഡ് വർക്ക് ഫോർ റിക്കി, റിക്കിക്ക് വേണ്ടി ജോലികളുണ്ടായിരുന്നു.
ഈ പാഠഭാഗത്തിൻ്റെ ബാക്കി ക്ലാസ്സും അതിൻ്റെ മീനിങ്ങും നമ്മൾ പാർട്ട് 2 ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അത് പോയി കാണുക.